കൂട്ടുകാരെ നമസ്കാരം. ദാൽ പാലക്കാണ് ഇന്നത്തെ വീഡിയോ. തുവരപ്പരിപ്പും പാലക്ക് ചീരയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ് ദാൽ പാലക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദാൽ പാലക്ക് തയ്യാറാക്കുവാനായി ഇവിടെ ഏകദേശം 150 ഗ്രാമോളം പാലക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലക്ക് ചീര ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത ചീര മാറ്റി വെക്കുന്നു. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായി വാഷ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. തുവരപ്പരിപ്പ് മാത്രമല്ല, മസൂർ ദാൽ, യെല്ലോ മൂങ് ദാൽ ഇവയൊക്കെ ഈ കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറിയ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നു. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അടച്ചു വെച്ച് ഇത് ബോയിൽ ചെയ്തെടുക്കാം. ഏകദേശം 2 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തു. ഇനി ദാൽ പാലക് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുത്തിരിക്കുന്നു. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളക് മുറിച്ചെടുത്തത്, ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി 1 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും 1 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞ പച്ചമുളക് 2 എണ്ണം, ഇത്രയും ചേർത്ത് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ദാൽ പാലക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത് സവാള വേഗം റോസ്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇത് നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഈ മസാല റോസ്റ്റായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലക്ക് നോർത്ത് ഇന്ത്യൻ കറികളിൽ 2 രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു, അതുപോലെ പേസ്റ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാറുണ്ട്. രണ്ടും നല്ല ടേസ്റ്റിയാണ്. പാലക്ക് ഇതുപോലെ സ്ലോ ഫ്ലെയിമിൽ നിർത്തിക്കൊണ്ട് നമുക്കത് ബോയിൽ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇതുപോലെ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് മിക്സ് ചെയ്യാം. ഇത് തിളച്ചു വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കസൂരി മേത്തി ഞെരടി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഒരല്പം ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നതാണ്. ആദ്യം ഓയിൽ ഒഴിച്ചപ്പോൾ അതിനോടൊപ്പവും നെയ്യ് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ ചപ്പാത്തി, പൊറോട്ട, റൈസ് ഐറ്റംസ്, റൊട്ടി ഐറ്റംസ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയായിട്ടുള്ള ദാൽ പാലക്ക് ഇവിടെ റെഡിയായി കഴിയും. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ദാൽ പാലക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.